അളിയ ഫേസ് മസാജ് ചെയ്യുന്ന ഫേസ് മസാജ് ചെയ്യുവല്ലേ പുല്ലേ? പിന്നെ ചതഞ്ഞെടുത്തത് ഐസ് ക്യൂബ് വെച്ച് മസാജ് ചെയ്യുക. എങ്ങനെ? എടീ ഒന്നും പറയണ്ട, ഞാനും കാർത്തും ആ മധു കൂടിയെ മറ്റേ ഗുസ്തി എന്തോ കബഡി വിളിച്ച് കളിച്ചതാ. ഇടിച്ച് പിടിഞ്ഞു കളഞ്ഞു. നീ കൂള് കിണിക്കണ്ട, അവക്കുള്ള പണി ഞാൻ പിന്നെ കൊടുത്തോളാം. അല്ല ഈ കാർത്ത് ഇവിടെ എന്നിട്ട് അവള് പുറത്തെ ബാത്റൂമിൽ കാണും. മറ്റേ അവക്കിട്ടെ 8ന്റെ മണിയെ നമ്മൾ കൊടുക്കാൻ വന്നു, നീ കണ്ടോ? കൊടുക്ക് എന്നിട്ടേ അവളുടെ രണ്ടും കൂടെ തിരിച്ചു മേടിച്ചിട്ട് വേട്ടാ ഞാൻ പോണം. ഇയാളെന്താടോ ഇങ്ങനെ നോക്കുന്നേ? ചുമ്മാ. താൻ എൻ്റെ അടുത്ത് മര്യാദക്കെല്ലാം ഡീൽ ചെയ്യുന്നെങ്കിൽ ഞാൻ ആ കളരിയൊക്കെ പുറത്തെടുക്കും. എന്റെ കാർത്തു, ഞാൻ നിന്റെ അടുത്ത് സ്നേഹിക്കാനല്ലേ വന്നത്, വഴക്കിടാനല്ലോ. സ്നേഹിക്കുന്ന ഒരു തെറ്റാണോ? സ്നേഹിക്കുന്ന തെറ്റല്ല, പക്ഷെ താൻ സ്നേഹിക്കുമല്ലോ. പിന്നെ എനിക്കൂടെ കുറച്ച് ചായ തരുമോ? ഞാൻ എനിക്കും അവന്തിക്കും മാത്രമുള്ള വെള്ളം വെച്ചുള്ളൂ. കുറച്ച് മതി. എടി പെണ്ണേ, നിനക്ക് എന്തിന്റെ കേടാ? വന്ന പോലും നീ എന്നെ ശല്യം ചെയ്യാണല്ലോ. ഇനി എന്റെ ദേഹത്ത് അങ്ങനെ തൊട്ടാണ്ടല്ലോ, കളരി മൊത്തം ഞാൻ പുറത്തെടുക്കും. ഒറ്റയടിക്ക് നീ അപ്പുറത്ത് പോയി കിടക്കും. ഇതെന്ത് തെലുങ്ക് സിനിമയാ? ഇവിടെ ഇടിച്ച് അവിടെ പോയി കിടക്കാനായിട്ട്? ചുമ്മാ പുഴു അടിക്കില്ല കാത്തു. പുളുവൊന്നുമല്ല, നീ വേണമെങ്കിൽ എന്റെ നാട്ടിലൊന്നും ചോദിച്ചു നോക്കുക, അപ്പ അറിയാം. ഇനി ഞാൻ നിന്റെ നാട്ടിൽ പോയി ചോദിക്കുമ്പോഴത്തേക്ക് ഒരു സമയം. നീ അന്നൊരു കാര്യം ചെയ്യും, അത് എൻ്റെ അടുത്തേക്ക് എന്നെ ഇടിച്ചോ. അത് പിന്നെ ഇടിച്ചാൽ വേദനിക്കും. എങ്ങനെ വേദനിക്കും? സാരമില്ല, ഞാൻ ഇടി അങ്ങ് സഹിച്ചു. പിന്നെ എന്നിട്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയിട്ട് വേണം ഞാൻ പോയി ജയിലിൽ കിടക്കാൻ. ഒന്നും പറ്റത്തില്ല, നീ എന്നെ ഇടിച്ചോ, ധൈര്യമായിട്ട് ഇടിച്ചോ. താൻ എന്തൊരു ജന്മോടോ, ഇടിയരൊന്നും മേടിക്കണ. അല്ലാതെ താൻ പറഞ്ഞ പുളുവാണോ സത്യമാണോ അറിയാമല്ലോ, അതുകൊണ്ടാണ്. തന്നെ ധൈര്യമായിട്ട് ഇടിച്ചോ. അത് വേണ്ട, എനിക്കങ്ങനെ ആരും വേദനിപ്പിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇടിക്കാത്ത. എങ്ങനെ? അപ്പൊ താൻ പറഞ്ഞത് മൊത്തവും പൊളും. താൻ കളറിയല്ല, ഒന്നുമല്ല. താൻ എന്താടോ ചെയ്യുന്നേ? തന്നെ അപ്പൊ ഞാൻ എന്ത് ചെയ്താലും താൻ ഒന്നും ചെയ്യൂ. ഞാൻ ഇടിക്കുവേ. ഇടിച്ചു. സത്യമായിട്ട് ഞാൻ ഇടിക്കും. സത്യമായിട്ട് ഞാൻ ഇടിക്കും. ഞാൻ കൊള്ളും. വേദനിക്കും. ഞാൻ ഇടിക്കും. അയ്യോ, ഇവിടെ ആരുമില്ലേ? ഇടിക്കും ഞാൻ, ഇടിക്കും. വിടത്തില്ല, നീ വരെ വരെ ഞങ്ങളുടെ തലയിൽ കയറുന്നിറങ്ങും. നിന്റെ തമാശ ഞാൻ ഇന്ന് ട്രാജഡി ആക്കി തരടി പുല്ലേ. വിടത്തില്ല. ഇത് കുറച്ച് കൂടി പോയിട്ടാ. കൂടിപ്പോയതേ ഞങ്ങൾക്കല്ല, നിന്റെ ഫ്രണ്ടിനാ. ഇവളെ കാണാൻ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വയ്യണ്ടായി. എടാ സോറിടാ, ഞാൻ ഇത് വെറും തമാശക്ക് ചെയ്തതല്ലേ. നീ സോറി അവളോടല്ല പറയേണ്ടത്, നമ്മൾ രണ്ടുപേരോടുവാ. സോറി ഗൈസ്, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങ് ക്ഷമിക്കും. ഞാൻ ജസ്റ്റ് ഒരു തമാശക്ക് ഇതൊക്കെ ചെയ്തെന്നേ ഉള്ളൂ. സന്തോഷമല്ല, സോറി ആയിട്ടല്ല. ഇനി ആർക്കൊക്കെ സോറി ആക്കണമെന്നുണ്ടോ? ഉണ്ടോ? എടി അവള് ചുമ്മാ കാണിച്ചാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഇത്ര വിപ്ലവോടെ ഉണ്ടാക്കണത്? ഓ, ഇവിടെ ചുമ്മാ കാണിച്ചായിരുന്നോ? എന്നാ ഞാൻ കഴുത്തിന് കയറി പിടിച്ചതും ചുമ്മാ ആയിട്ട് കണ്ടാ മതി കേട്ടാ. മുട്ടു ഇത് കുടിച്ചോ. ഞാൻ കാരണമല്ലേ ഇവിടെ ഇത്ര സീൻ ഉണ്ടായത്. സോറി. സാരമില്ല. കിട്ടിയൊന്നും മതിയായില്ലേ? എനിക്ക് വേണ്ട, കുടിച്ചു. സാറേ, സാറ് കറക്റ്റ് സ്ഥലത്താണ് വന്ന് പെട്ടിരിക്കുന്നത്. നമ്മുടെ ഈ കമ്പനിയുടെ ഈ ന്യൂസ് ചാനലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി വളരെ ഉത്തരവാദിത്തത്തോടു കൂടി സാറിൻ്റെ കമ്പനിക്ക് വേണ്ടിയുള്ള പ്രൊമോഷനും പരസ്യവും എല്ലാം നമ്മൾ ചെയ്തു തരും. വെറും 36,050 രൂപ സാർ അടച്ചാൽ മതി. അല്ല, ഈ 50 രൂപ എന്ത്? 50 രൂപ GST. ഓ, GST. എന്താ പറയാ, ഈ ക്യാഷ് എനിക്കൊരു പ്രശ്നമേ അല്ല, യുനോ. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ക്യാഷ് മാത്രമാണ് സാർ പ്രശ്നം. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഞാൻ പറഞ്ഞല്ലോ, പൈസ എനിക്കൊരു പ്രശ്നമല്ല, അതുകൊണ്ട് എത്ര നിങ്ങൾ ചോദിച്ചാലും എനിക്കത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ പരസ്യ വാചകങ്ങൾ അതിലാണ് കുറച്ചും കൂടെ ഞാൻ
എന്താ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓ ഐ സി. അപ്പോൾ ഈ സാറിൻ്റെ ഈ പ്രോഡക്റ്റ് എന്തോന്നാണ് സംഭവം? എൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാനൊരു ബിസിനസ്മാനാണ്. എനിക്ക് ഓട്ടോമൊബൈൽസ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. അത് സാറിന് കണ്ടാലേ അറിയാം കേട്ടോ. സ്വന്തമായിട്ടൊരു കമ്പനിയൊക്കെ അത് നല്ല കുടുംബത്തിൽ പിറന്ന ഒരു പയ്യൻ്റെ ലുക്കുണ്ട്. താങ്ക് യു. ഞാനും പണ്ട് ഇതുപോലെ ഇരുന്നേന്. പിന്നെ ഈ ഓഫീസൊക്കെ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ക്ഷീണമായിപ്പോയത്. ആണല്ലേ? അപ്പോഴേ സാറേ ഇത് എന്തോന്നാണ് ഈ പ്രോഡക്റ്റ്? ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിങ്ങളെ സമീപിച്ചത് ഈ കാർ ബെയറിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പരസ്യത്തിനാണ്. ബെയറിംഗ് ഉരുണ്ട സാധനം. അതിന്റെ അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു പരസ്യമാണ് എനിക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് വേണ്ടത്. ഓ, അത് നമുക്ക് റെഡിയാക്കാം സാറേ. ഈ സാറിന്റെ കമ്പനിയുടെ പേരെന്താണ്? എൻ്റെ കമ്പനിയുടെ പേര് കിങ് സ്റ്റാർ. കിങ് സ്റ്റാർ രാജാവ്. ഓ, താരരാജാവ്. അത് കൊള്ളാം. അപ്പം അതിന് പറ്റിയ സാധനം വേണം അല്ലേ? അപ്പം നമുക്ക് റെഡിയാക്കാം. പോവാണോ? ഇല്ല എനിക്ക് എണീറ്റാലേ ഈ ചിന്ത വരുള്ളൂ. അതാണ് ബെയറിങ് എന്ന് പറയുമ്പം ബോറിംഗ് ആയ ബെയറിങ്ങിന് ടാറ്റ പറയാം, കിങ് സ്റ്റാർ ബെയറിങ്ങിനെ വെൽക്കം ചെയ്യാം. എങ്ങനെയുണ്ട്? അടിപൊളിയില്ലേ? ബോറിംഗ് ആയ ബെയറിങ്, ആ പ്രാസം ബോറിംഗ് ആയ ബെയറിങ്ങിന് ടാറ്റ പറയാം, കിങ് സ്റ്റാർ ബെയറിങ്ങിന് വെൽക്കം ചെയ്യാം. അടിപൊളിയില്ലേ? അല്ല, സംഭവം അത് ഈ പറയും പോലെ തന്നെ ചെറിയൊരു ബോറിംഗ് ആണ് സംഭവം. പഴയൊരു ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അതെ ഒരു നമുക്കപ്പോൾ ഈ യൂത്ത് ആയിട്ടുള്ള ആ ഒരു കണ്ടന്റ് ഉണ്ടല്ലോ. ഇപ്പം വേറെ സ്റ്റാഫ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അല്ല സാർ, ഞാൻ യൂത്താണ്. ഈ മുടി ഡൈ അടിക്കാൻ മറന്നുപോയുണ്ടോ? അടിച്ചു കഴിഞ്ഞാൽ ഞാൻ യൂത്താണ്. അല്ല, അത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം വേറെ ഏതെങ്കിലും സ്റ്റാഫ്സ് ആ ഒരു ഏജ് ഇത് വരുമ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാൻ കുറച്ചും കൂടെ കംഫർട്ട് ആയിരിക്കും. അപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആളുണ്ട്. നമുക്ക് വർക്കാണല്ലോ സാർ പ്രധാനം. എൻ്റെ ഇവിടെ സെലിൻ എന്ന് പറഞ്ഞിട്ട് അല്ല ആരോ ഉണ്ടെന്ന് പറഞ്ഞു. സെലിൻ എന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചുണ്ട്. എവിടെ? ഞാൻ അല്ല, ഞാൻ അവിടെ അകത്തിരിക്കുന്നു. ഞാൻ പോയി എന്നാ ഇങ്ങോട്ട് വിടാം. സാറ് നമുക്ക് തന്നെ തരണം ഈ പരസ്യം. നമ്മൾ 100% റെഡിയാക്കി തരും. ഞാൻ പറഞ്ഞില്ലേ, പൈസ എനിക്കൊരു പ്രശ്നമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി കൊച്ചിനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അല്ല, ഞാനും വരാം. അല്ല വേണ്ട, സാറ് ഇവിടെ ഇരുന്നു. എന്തായാലും 36,050 രൂപ സാറ് നമുക്ക് തരയില്ലേ? ഇവിടെ ആകുമ്പോൾ യാസിയൊക്കെ ഉണ്ട്, കൊണ്ടുകൊണ്ടിരുന്നു. നമുക്ക് തന്നെ തരണേ സാർ. വർക്കാം നമുക്ക് കയറാം. വാച തന്നെ സെലിനെ. എന്താ സാർ? എടീ, നല്ലൊരു ബിസിനസ്സുകാരെ എൻ്റെ ക്യാബിനിൽ വന്ന് ചാടിയിട്ടുണ്ട്. പുള്ളിയുടെ ഈ കമ്പനിയുടെ പ്രോഡക്റ്റിന് നമ്മൾ നല്ല പരസ്യ വാചകങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മാസം നല്ലൊരു തുക നമുക്ക് കിട്ടും സ്ഥിരമായിട്ട്. അപ്പോൾ കൊച്ചൊരു കാര്യം ചെയ്യണം. കൊച്ചി ചെന്നിട്ട് നല്ല കുറച്ച് പരസ്യ വാചകങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുക്കണം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് പൊളിക്കും. എല്ലാ മാസവും പൈസ. സാർ, ഞാൻ ജേർണലിസ്റ്റ് അല്ല സാർ. ഞാൻ എങ്ങനെ പോയി പരസ്യം? എൻ്റെ സെല്ലിനെ ഇങ്ങനെ മറ്റേതേ ചെയ്യുള്ളൂ മറിച്ചതേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല. എനിക്ക് ശമ്പളം വേണോ? എനിക്ക് ശമ്പളം വേണോ? എന്നാൽ ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ. ഇത് വരുമ്പോൾ ഞാൻ ജേർണലിസ്റ്റാണ്, മറ്റേ റാങ്ക് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാർ. ഞാൻ എന്ത് ചെയ്യണം? ഇപ്പൊ ചെന്ന് അയാൾക്ക് പറ്റിയ കുറെ നല്ല പരസ്യ വാചകങ്ങൾ പറഞ്ഞോളൂ. വേറെ കമ്പനി കൊണ്ടുപോയാ നിന്നെ ഞാൻ വേറെ കമ്പനിയിലോട്ട് പറഞ്ഞാട്ടല്ല. അനുഗ്രഹമല്ല, ഇത് തല മസാജ് ചെയ്യണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറെ ക്രിയേറ്റീവ് കണ്ടന്റ് വരും, നല്ല ബുദ്ധി കിട്ടും. അതല്ലേ എനിക്ക് ഇത്ര ബുദ്ധി. ഞാൻ എന്നും ചെയ്യണേ. ഹെയർ സ്റ്റൈൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കും. ഹെയർ സ്റ്റൈല് ഇവിടെ മനുഷ്യന് തല ചൊറിഞ്ഞ് ഉള്ള മുടി പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് ഹെയർ സ്റ്റൈൽ. ചെല്ലി വേറെ കമ്പനിക്ക് പോകരുത്. അതെ, ഞാനൊരു പരിചയക്കാരനായിട്ടല്ലേ ഇവിടെ വന്നത്. പിന്നെ ഞാൻ എൻ്റെ കമ്പനി പ്രോഡക്റ്റിന് വേണ്ടി ഒരു പരസ്യം ചെയ്യാൻ വന്നതാണ്. ആ പരസ്യം താൻ തന്നെ ചെയ്യണം. സോ കുറച്ച് മര്യാദയൊക്കെ ആവാം. വേണമെങ്കിൽ എന്നെ കൊള്ളി ഏട്ടാ. ഏട്ടൻ എന്തിന്? അല്ല, ഇല്ലെങ്കിൽ ശ്യാമെന്ന് വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ മിസ്റ്റർ ശ്യാം, തൻ്റെ പ്രോഡക്റ്റിൻ്റെ പേരെന്താണ്? എൻ്റെ പ്രോഡക്റ്റിൻ്റെ പേര് ഹേർട്ട്. എന്തോന്ന്? അല്ല പ്രോഡക്റ്റിൻ്റെ പേര് ഈ മനുഷ്യന് ഹേർട്ടാണല്ലോ ഇമ്പോർട്ടൻറ്റ്. അപ്പം അതുപോലെ ഈ കാറിന് വീൽസ് ആണല്ലോ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. അപ്പം വീല് കറങ്ങാൻ എന്ത് വേണം? നല്ല ബെയറിംഗ് വേണം. സോ മൈ പ്രോഡക്റ്റ് ഈസ് ബെയറിംഗ്. അപ്പോൾ തനിക്ക് എന്താണ് അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ചെയ്യണം? അതല്ലേ ഞാൻ എത്ര നേരം പറഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പം ബെയറിംഗ് ആണ് പ്രോഡക്റ്റ്. അതെ. ഓക്കെ. ഓർക്കിട്ട് ഞാൻ അങ്ങനെ. ഓക്കെ. ചേഞ്ച് യുവർ ബെയറിംഗ്, ഫാസ്റ്റ് യുവർ വീൽസ്, കിങ് സ്റ്റാർ ബെയറിംഗ് വിത്ത് യു. ഇത് മതിയാ?
ഓക്കെയാണ്, പക്ഷേ പോരാ. നമുക്ക് എന്തെങ്കിലും കുറച്ചും കൂടെ ഈ വെറൈറ്റി ആയിട്ട് ഒരു കാര്യം ചെയ്യും. താൻ നല്ലപോലെ ഇരുന്ന് ആലോചിക്കുക, എത്ര ടൈം എടുത്തു. ഞാൻ വെയിറ്റ് ചെയ്യാം, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. താൻ എത്ര ആണോ ആലോചിച്ചു? അല്ല, താൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. താൻ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ പോയിട്ട് പിന്നെ വാ, ഞാനത് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഞാൻ വിളിച്ച് പറയാം. അല്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. താൻ ഇങ്ങനെ ഇരുന്ന് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ലടോ, എനിക്ക് ആലോചിക്കണ്ടേ. താനിപ്പോൾ പൊയ്ക്കോ. ഐഡിയ. ഹലോ, അതെ സെലിനാണല്ലോ. ന്യൂസാ? എവിടെ വരണം? ക്രൗൺ ബാറിലോ? എനിക്കറിയാം. ഇല്ല, ഞാൻ എത്തിയേക്കാം. അതെ, ന്യൂസ് വേറെ ആർക്കും കൊടുക്കല്ലേ. ആ, ഓക്കെ, താങ്ക് യു. ആ എടോ, താനെന്നാ വിട്ടോ, എനിക്ക് അർജൻറ്റ് ഒരു സ്ഥലം വരെ പോകണം. അല്ല, പോണ വഴിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്തോണ്ട് അയ്യോ വേണ്ട, ഞാൻ വിളിച്ച് പറയാം. ഉറപ്പായിട്ടും ഡീലാക്കി തരാം. ഇപ്പം എനിക്ക് അത്ര തിരക്കായി പോയി, കാണാം കേട്ടോ. ഞാൻ വെയിറ്റ് ചെയ്യാം. വേണ്ട. സാറേ, എന്താ സാറേ സംസാരിച്ചായിരുന്ന? ബ്രില്യൻ്റ് ഐഡിയാസ്. ഞാൻ പോയി തല നിറച്ച് ബുദ്ധിയുള്ള കൊച്ചാണ്. എനിക്ക് തോന്നി. അത് ഉടനെ റെഡിയാക്കി തരാം സാറേ നമ്മളത്. ഫ്രീ ആയിട്ട് നല്ല ഫ്രഷ് മൈൻഡോടെ പതുക്കെ മതി. പക്ഷേ പൈസ അതൊക്കെ കറക്റ്റായി കിട്ടിക്കോളൂ. പിന്നെ സാറേ, പുറത്ത് നിന്നപ്പോൾ വേറൊരു സംഭവം ഉണ്ടായി. എന്താ ചേച്ചി? സാറിന്റെ ഈ കമ്പനിക്ക് വേണ്ടി ഒരു പരസ്യ ഗാനം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓടിയെത്തി. ഗാനം? ഓ, ഞാൻ പാടിക്കാപ്പിക്കാം. അതാണ് ഇഷ്ടപ്പെട്ട സാറിന് അത് കൊടുക്കാം. നമ്മുടെ ചാനലിലൂടെ പഠിക്കും. ബെയറിങ്ങിൻ്റെ വീടിന് വേണം വയറിങ്, കാറിന് വേണം സ്റ്റിയറിങ്, വീലിന് വേണം ബെയറിങ്, അത് കിങ് സ്റ്റാറിൻ്റെ ബെയറിങ്. വീടിന് വേണം വയറിങ്, കാറിന് വേണം സ്റ്റിയറിങ്, വീലിന് വേണം ബെയറിങ്, അത് കിങ് സ്റ്റാറിൻ്റെ ബെയറിങ്, അത് കിങ് സ്റ്റാറിൻ്റെ ബെയറിങ്. എങ്ങനെയാണ് സാറേ? അത് പോരാ. അല്ല, നല്ല നല്ല റീച്ച് കിട്ടുന്ന പാട്ടാണ് പരസ്യ ഗാനം. വേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ റാപ്പാക്കാം. ഇത് അല്ല, പൈസ ഫ്രീ ആയിട്ട്. ഫ്രീ ആയിട്ടും വേണ്ട. ഇത് വേണ്ടേ? വേണ്ട. കുഴപ്പമില്ല, കൊച്ച് എടുത്ത് തരും മറ്റേ പരസ്യ വാചകം. അത് നാളെ ഞാൻ വരാം. അപ്പം വേറെ എന്തേലും ആയിട്ട്. ശരി. അപ്പൊ അത് വേണമെങ്കിൽ വേണ്ടല്ലേ? ഓക്കെ, ശരി. അപ്പൊ ഞാൻ കുട്ടി ഉള്ളപ്പോ വരാം. ഓ ശരി. ഇനി ഒരു അഡ്വാൻസ് എന്തെങ്കിലും? അതൊക്കെ തരാം. അപ്പം ബ്രില്യൻ്റ് ആയിട്ടൊരു കുട്ടിയാണ്. അപ്പം വന്ന് കണ്ടോളാം. ശരി. നടന്നാ മതി. അതിന് പാട്ടിന് എന്തൊരു കുഴപ്പം? നീ എന്തിനാ ഞങ്ങളെ കണ്ടപ്പോ എണീറ്റ് വന്ന്? എനിക്കിഷ്ടമുള്ളതുകൊണ്ട്. നിനക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണോ അതോ ഞങ്ങൾ വന്നത് നിനക്ക് ഇഷ്ടപ്പെടാത്തോണ്ടാണോ? നീ ചുമ്മാ എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കാൻ വരരുതേ, ഞാൻ അങ്ങ് പോയിക്കോളാം. സാരില്ല, അവന്തിക്ക് വരുന്നു, ഞങ്ങൾ പുറത്തു വരുന്നോളാം. അതെ, ഞാൻ എവിടെ പോകണമെന്ന് ഞാൻ തീരുമാനിക്കും, അല്ലാതെ നീ അല്ല കേട്ടോ. എന്തിനാ അവന്തി വെറുതെ അവരോട് വഴക്കിടുന്ന? ആ കുട്ടി മാന്യമായിട്ടല്ലേ പറഞ്ഞേ? ഓഹോ, അപ്പൊ ഞാൻ മാന്യതയില്ലാത്തവള് അല്ലേടി? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. എടി കാർത്തു, നിനക്ക് വേണ്ടിയില്ലേ ഞാൻ അവിടെ കഴുത്തിന് കയറി പിടിച്ചത്? എന്നിട്ട് നിങ്ങളെല്ലാം ഒരു ഗ്രൂപ്പ്, ഞാൻ പുറത്ത് അല്ലേ? കൊള്ളാടി, കൊള്ളാം, എനിക്കിഷ്ടമായി. കൊള്ളാം. ഇനി ഒറ്റ ഒരു എൻ്റെ അടുത്ത് മിണ്ടി പോരുത്. ഓ പിന്നെ, അല്ലെങ്കിൽ നിന്നോട് മിണ്ടാൻ ഞങ്ങൾ കൊതിച്ചിരിക്കില്ല, പേടി. പൊടി. ഹലോ, ആരാ? എപ്പോ? ആര്? ഹാ, ഓക്കെ, ഞങ്ങൾ വരാം. അല്ല, എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി? ഹാ, ശരി, ഓക്കെ. എടി ചാരു, എന്നോട് നീ മിണ്ടണ്ട. എടി കാർത്തു, എന്നോട് മിണ്ടോ? എടി നമ്മുടെ സെലിനെ ആരോ ബാറിൽ തടഞ്ഞു വെച്ചേക്കുന്നു. എന്തിന്? എനിക്ക് അറിഞ്ഞൂടാ, നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. നമ്മളെന്തിനാ അങ്ങോട്ട് ചെല്ലുന്നേ? എനിക്കറിയത്തില്ല, അവിടെ പോയെങ്കിലേ അറിയാൻ പറ്റൂ. എടി, നമുക്ക് പോലീസ് കംപ്ലൈന്റ് കൊടുത്താലോ? എന്തിന്? നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇല്ലേ? നമുക്ക് ഒരുമിച്ച് ചോദിക്കാൻ കാര്യം എന്താന്ന്? അത് വേണോ? അത് വേണം. ഞാൻ വരണോ? ആ, പോവാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പോവും. എന്നാലും പോയി വേഗം റെഡി ആവും. വാ. എവിടെയാടി നിന്റെ കൂട്ടുകാരികള്? എല്ലാം പേടിച്ചങ്ങ് ഓടിയാ? അങ്ങനെ ആവശ്യത്തിന് വിളിച്ച മുങ്ങുന്നവരും അല്ലടാ അവരൊക്കെ, അവരുടെ ചങ്കുകളാടാ. അയ്യന്മാരെ, ഇന്ന് അവളുമാർ ഇവിടെ വരുന്നുണ്ടെങ്കിൽ എല്ലാണത്തിനും നിരത്തി പണിഞ്ഞോളണം കേട്ടാ. ഞങ്ങൾ ഗ്യാസ് വേറെയാണ്, അതുപോലെ എനിക്ക് വേറെ ലൈനാണ്. അവളൊക്കെ ഇത് അറിഞ്ഞോ മാറ്റാ ഗ്യാസാണ്.
എടാ പണിഞ്ഞോണെന്ന് വെച്ചാൽ മറ്റേ പണി മാത്രമല്ല ഇടിച്ചോളണമെന്ന് കേട്ടാ. നമ്മളടിയൊക്കെ എവിടുമാര് താങ്ങും. എടാ ഇവളുടെ അടി ഞാൻ താങ്ങിയില്ലടാ. എല്ലാം നിരത്തിയിട്ട് എന്നെ പട്ടിയെ പോലെയാണ് അടിച്ചത്. എടാ അത് നിന്റെ കയ്യിരിപ്പ് കാരണമല്ലേ എടാ. നീ മിണ്ടരുത്. അന്ന് എനിക്ക് അടി കിട്ടിയപ്പോൾ നീ നോക്കിക്കൊണ്ടല്ലേ അടങ്ങുന്നത്. ഇന്നും നിനക്ക് അടി കിട്ടാതിരിക്കാനാണ് ഞാൻ പറയണേ. ആ കൊച്ചിനെ പറഞ്ഞു വിടറാ. അത് നടക്കൂല. ഇന്ന് എൻ്റെ ദിവസമാണ്. അളിയന്മാരെ നീയൊക്കെ എന്ത് വേണേലും ചെയ്തോ, കേസ് ഞാൻ നോക്കിക്കോളാം. ഇത്ര നേരമല്ല അവളുമാരെ കണ്ടില്ലല്ലോ. എനിക്കാണെങ്കിൽ ആനയുടെ കൊച്ചിന് ബർത്ത്ഡേക്ക് പോകണമായിരുന്നു. എടാ നീ എൻ്റെ പൈസക്ക് ബേർ പിടിച്ചാടാ. മര്യാദയ്ക്ക് അടിച്ചിട്ട് പോയാൽ മതി കേട്ടാ. അവളവര് വന്നില്ലെങ്കിലും അറിയാ. ആഹാ എല്ലാം ഉണ്ടല്ലേ. ചേട്ടല്ലേ പറഞ്ഞേ ഞങ്ങൾ എല്ലാരും കാണുമെന്ന്? ഇതൊന്നും മിണ്ടാരടി. അവൻ വെറുതെ പഞ്ചിന് പറഞ്ഞല്ലോ, അപ്പോഴത്തേക്ക് അതിനകത്ത് കയറി പിടിച്ചോളൂ. എന്താടാ കാര്യം? വെറുതെ നിന്നെയൊക്കെ ഒന്ന് കാണാൻ. കാണാൻ എനിക്കൊരു വീഡിയോ കോൾ വിളിച്ചാൽ പോരായിരുന്നോ? ഇവിടെ വരെ വേണ്ട ആവശ്യമില്ലല്ലോ. അളിയാ പഞ്ച് ഡയലോഗ് ഒന്നും വേണ്ട, ഇനി കാര്യത്തിലോട്ട് കിടക്ക്. കാര്യം വേറെ ഒന്നുമല്ല. നീയൊക്കെ അന്ന് എനിക്ക് ഇവിടെ തന്നല്ലോ. അതൊക്കെ തിരികെ തരാൻ വേണ്ടി എന്നെ വിളിച്ചത്. പിറ്റാണെങ്കിൽ വീട്ടിൽ പോകണം ഇവിടെ കിടന്ന് നിലയ്ക്കാതെ. എല്ലാവരും ഉണ്ടല്ലേ? നിങ്ങളിപ്പോൾ ഫുൾ ടൈം ബാറിലാക്കി കാണുമല്ലേ? സൂപ്പർ. എന്തെല്ലാവരും കൂടെ ഇവിടെ? ഞങ്ങളെ അടിക്കാൻ വന്നതാ. ബീറടിക്കാനേ? അല്ല മനു, നമ്മുടെ ദൈവമാരെ അടിക്കാൻ വന്നതാ. പിന്നെ ഉമ്മരെ കാര്യം? ഇവരൊക്കെ വില്ലന്മാരാ. ദേ സെലിനെ പിടിച്ചു വെച്ചേക്കുവാ. ബ്രോ ഒന്ന് ഇടപെട്ട് നമ്മളെ രക്ഷിക്കണം. നിനക്ക് കാഞ്ഞിരം ബാർ അനി അറിയാമോടെ? അറിയാം. നിനക്കെന്തറാ? അത് ഇവന്റെ മാമനാണ്. സത്യമാണോ? ആ അണ്ണനെ ഞാൻ തിരക്കെന്ന് പറഞ്ഞ അണ്ണനെ എനിക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. ഞാൻ പറയാം. അതെ, ഇത്രയും പേര് ഒരുമിച്ചടിക്കാൻ ഞാൻ സൂപ്പർമാൻ ഒന്നുമില്ല. ഞാൻ ഒരു കോമൺ മാനാണ്. സൂപ്പർമാൻ പുറത്തുള്ള സാധനം പോലെ സത്യമായിട്ട് അമ്മയാണ് സത്യം ഞാൻ അകത്ത് പോലും ഇട്ടിട്ട്. പാവങ്ങളാണ്. പെണ്ണുങ്ങൾ അടിക്കുന്ന ഞങ്ങളുടെ രീതിയല്ല. എടാ ഇതൊക്കെ നീ ഇവന്റെ അടുത്ത് പറയണ്ട. എന്തിനാ ഇതൊക്കെ നീ ചോദിക്കാൻ? നീ ആറാ? അണ്ണെന്താ വരണ്ട? ഒരുത്തനെ കൊല്ലുമെന്ന് എൻ്റെ ജാതകത്തിൽ ഈ മാസം ഒരുത്തനെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ അടിച്ചു പുറകെ നീ നിൽപ്പുണ്ട്. തുടങ്ങിക്കോ. നേരത്തെ പറയണ്ടു ഡയലോഗ് സമയം കളഞ്ഞു. എന്തോന്ന് മനു? പോയതൊന്നല്ലേ കൊന്നേനെ ഞാൻ മാരെ. എനിക്കേ അത്രയ്ക്ക് ദേഷ്യം വന്നു. പിന്നെ എനിക്ക് പിന്നെ ദേഷ്യം വരൂലേ? ഇപ്പൊ കാണിച്ചേനായിരുന്നു. അടികൂടി നിങ്ങൾക്ക് തളർന്നത് ഞാനായിപ്പോ. കുടിക്കാനും ഇവിടെ ഒന്നുമില്ലേ? നിങ്ങൾ കൊള്ളാം. നിങ്ങളെ ഗ്യാങ് സൂപ്പറാണ്. നിങ്ങൾ ഈ പാർട്ട് ടൈം ബിസിനസ്, പാർട്ട് ടൈം ജോബൊക്കെ ചെയ്യില്ല ഓരോരുത്തർ. അവർ നിങ്ങളിതുപോലെ കൊട്ടേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഏറ്റെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. പിന്നെന്താ, തുടങ്ങാലോ? ആ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ആദ്യത്തെ കൊട്ടേഷൻ ഞാൻ തരും. എന്താ അറിയോ? ഈ ശല്യത്തിനൊന്ന് ഒഴിവാക്കി തരുമോ?